ദുഷ്ടനകത്ത് കിടക്കാൻ തമ്പുരാൻ സമ്മതിക്കുകയില്ല. ധൈര്യമായിരിക്കും രാത്രി, ധൈര്യമായിരിക്കും. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നേ, ധൈര്യമായിരിക്കും രാത്രി. നിന്നെ തൊടാൻ ദുഷ്ടനെ ദൈവം അനുവദിക്കുകയില്ല. ലോകം മുഴുവൻ ഇറങ്ങി മറിയട്ടെ, ആരെല്ലാം നിനക്കെതിരെ പദ്ധതി തയ്യാറാക്കട്ടെ, തൊടാൻ തമ്പുരാൻ അനുവദിക്കില്ല. സ്തോത്രം പറ, ദൈവത്തെ സ്തുതിക്കുക. അവന്റെ സംരക്ഷണത്തിലാണെന്ന് രാത്രി കാലം. ഹല്ലേലൂയ, ആമേൻ. ദൂതിന്റെ കലവറ ഇന്ന് രാത്രി ദൈവം തുറക്കുകയാണ്. ദാവീദ് എന്താ പറഞ്ഞത്? കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ നടത്തും. ആമേൻ. അതിന് രണ്ട് കാരണങ്ങളുണ്ട് ദാവീദ് അങ്ങനെ പറയാൻ. ഒന്ന്, അവൻ എന്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് കൂരിരുളെ പേടിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നെ നയിക്കുന്ന ആരാന്ന് എനിക്ക് ഉറപ്പുണ്ട്. രണ്ട്, അതിന്റെ ലാസ്റ്റ് വാക്യം, ഞാൻ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഐ വിൽ ഡ്വെൽ ദ ഹൗസ് ഓഫ് ലോർഡ് ഫോറെവർ. ഞാൻ യഹോവയുടെ ആലയത്തെ ദീർഘകാലമല്ല, മലയാളം തെറ്റാണ്, ഇംഗ്ലീഷാണ് കറക്റ്റ്. എവർ, നിത്യം വസിക്കും, എന്നേക്കും. ഹല്ലേലൂയ, സന്തോഷമുണ്ടല്ലോ, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി മറ്റൊരു ദൂതിലേക്ക് കടക്കുകയാണ്. ദൈവത്തെ കുറിച്ച് ഒരു ലോക സങ്കല്പമുണ്ട്. ദൈവം പർവ്വതദേവനാണ്, ദൈവം മലയിലാണ് വസിക്കുന്നത്. ലോകത്ത് മുഴുവൻ ഈ സങ്കല്പമുണ്ട്. ഉയരത്തിലാണ് ദൈവം. ബൈബിളിൽ പോലും അങ്ങനെ വാക്യമുണ്ട്, നമ്മുടെ ദൈവം പർവ്വത ദേവനാണ്, താഴ്വര ദേവനല്ല. അതുകൊണ്ടാണ് പുണ്യസ്ഥലങ്ങളെല്ലാം മല 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 കൂട്ടിയ. ഞാനിവിടെ കുറെ മലകളുടെ പേര് പറയുന്നില്ല, എന്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം എല്ലാ പുണ്യസ്ഥലങ്ങളും അങ്ങനെയാണ്. എന്നാൽ മനുഷ്യന്റെ സങ്കല്പങ്ങളുടെ തീപ്പെട്ടി കൊട്ടാരം ഇന്ന് രാത്രി ദൈവവചനത്തിനോട് ഇടിഞ്ഞു വീടാൻ കൂടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തന്റെ പാപത്തിന്റെ മരച്ചുമടുകൾ തോളിൽ വെച്ചുകൊണ്ട് അവ ദൂരെ നടന്നു വരികയാ. ഇടയ്ക്കിടയ്ക്ക് അവൻ വീഴുന്നുണ്ട്. അവന്റെ ലക്ഷ്യം ദൈവത്തിങ്കലേക്കാ. ആരോ പറഞ്ഞ അങ്ങ് ദൂരെ മലയുടെ മുകളിൽ ദൈവമുണ്ട്, അവിടെ ചെന്നാൽ സകലത്തിന് പരിഹാരമാ, അനുഗ്രഹം കിട്ടും. വഴിയിലൊക്കെ ചോദിച്ചു, ആ മലയ്ക്ക് ഇനി എന്ത് ദൂരമുണ്ട്? കുറെ കൂടെ പോകണം, കുറെ മൈലൂടെ പോകണം, ഒരു 50 മൈലൂടെ പോകണം. ശരി, വീണ്ടും നടന്നു. ഇടയ്ക്ക് വീണ്ടും ചോദിച്ചു, ആ മലയിലേക്ക് ഇനി എന്ത് ദൂരമുണ്ട്? കുറെ കൂടെ പോകണം. നടന്നു നടന്ന തീർത്ഥാടകൻ മലയുടെ അടിവാരത്തിലെത്തി. കാലുകളെല്ലാം ചതഞ്ഞു വീങ്ങിയിരിക്കുക, നടക്കാൻ വയ്യ, പൊട്ടി, തോളിൽ ചുമടുണ്ട്. വിളിച്ചു, ദൈവമേ, ദൈവമേ. മലയുടെ മുകളിൽ നിന്ന് ശബ്ദം കേട്ടു. ആരാ? ഞാനാ, ചുമടുമായിട്ട് വന്നതായോ, ഇറക്കി വെക്കണം, പാലവാ, വയ്യ. എന്തിനാ വന്നേ? കാണാൻ വന്നതാ. എല്ലാരും പറഞ്ഞു ഇവിടെ വന്നാ കാണാമെന്ന്, മലയുടെ മുകളിലുണ്ടെന്ന് പറഞ്ഞു, അതാ വന്നേ. ശരി, ഇവിടെ വരെ വന്നതല്ലേ, കേറി വാ. വയ്യ കയറി വരാൻ. നടന്ന് നടന്ന് കാലെല്ലാം പൊട്ടിയിരിക്കുക. പിന്നെ എന്റെ പാപത്തിന്റെ ഭാരം വലിയ ചുമടുണ്ട്, കയറി വരാൻ വയ്യ. പുള്ളി എന്നുള്ള മറുപടി, കയറി വരാൻ വയ്യേ? വയ്യ, എനിക്ക് ഇറങ്ങി വരാനും വയ്യ. ഇപ്പൊ ഒരു പ്രശ്നം അതല്ല, ദൈവത്തിനാണോ വയ്യാത്ത, അതോ നമുക്കാണോ വയ്യാത്തത്? പാവം മനുഷ്യനെ കയറാൻ വയ്യ. പുണ്യസ്ഥലത്തിന്റെ അടിവാരത്തിലെത്തി ദൈവത്തെ കാണാൻ കമ്പൽ കൊള്ളുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഉത്കടമായ ആഗ്രഹം. ആ ധൈര്യത്തുള്ള മുഖമൊന്ന് കണ്ടിരുന്നെങ്കിൽ അതിന് മുകളിൽ വരെ കയറി ചെല്ലണം പോലും. ഇതൊരു സങ്കല്പമാ, മനുഷ്യന്റെ ഭാരതീയ സങ്കല്പം, ലോകസങ്കല്പം. മനുഷ്യൻ മുഴുവൻ മനസ്സിനകത്തുണ്ടാക്കിയെടുത്ത തീപ്പെട്ടി കൊട്ടാരം. പർവ്വതത്തിന് മുകളിൽ ചെന്ന ദൈവത്തെ കാണാം, പ്രശ്നം അവസാനിക്കും. പറയുക, കയറി വരാൻ വയ്യേ? വയ്യ, എനിക്ക് ഇറങ്ങി വരാനും വയ്യ. ഇന്ന് രാത്രി ഞാൻ പറയും, വയ്യാത്തൊരു ദൈവത്തെ എനിക്ക് വേണ്ട. ആമേൻ. ദാവീദ് പറഞ്ഞത് പറയാം, അതിനാണ് നമുക്ക് സന്തോഷം. ദാവീദ് പറയാം, നിങ്ങളെല്ലാം പറഞ്ഞില്ലേ പർവ്വതത്തിലാ ദൈവമെന്ന്, നിങ്ങളെല്ലാം പറഞ്ഞില്ലേ മുകളിലാ ദൈവമെന്ന്. എന്നാൽ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചെന്താ? എന്റെ ജീവിതത്തിന്റെ കൂരിരുളിന്റെ താഴ്വരയിൽ, ഒക്കത്തിൽ വെച്ചല്ല, കുഴിക്കകത്ത് വെച്ച്, എന്റെ വേദനയുടെ താഴ്വരയിൽ വെച്ച്, എന്റെ പ്രശ്നത്തിന്റെ താഴ്വരയിൽ വെച്ച് നിങ്ങൾ പറയുന്ന ആ ദൈവത്തെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഒരു പർവ്വതത്തിൽ വെച്ചല്ല കണ്ടത്, പിന്നെയോ ഒരു താഴ്വരയിൽ വെച്ച് ഞാൻ കണ്ടു. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ ഒരു കുഴിക്കകത്ത് നീ ഇറങ്ങിക്കിടന്നപ്പോൾ, എല്ലാവരും കൈവിട്ടപ്പോൾ, ആ താഴ്വരയിൽ വെച്ച് പറ, പർവ്വതത്തിൽ വെച്ചല്ല, ഉയർച്ചയിലല്ല ഞാൻ കണ്ടത്, എന്റെ സമ്പത്തിന്റെ സമയത്തല്ല, എന്റെ വേദനയിലോ, എന്റെ പ്രയാസത്തിന്റെ താഴ്വരയിലോ ഞാൻ എന്റെ ദൈവത്തെ കണ്ടു.
ഇന്ന് രാത്രി ദൂതിന്റെ അർത്ഥം മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? കൃപ ലഭിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? അവരോട് ദൈവത്തിന് ആത്മാവ് സംസാരിക്കുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഞാൻ മനസ്സാക്ഷിയോടെ പറഞ്ഞാട്ടെ, എവിടെ വെച്ചാ കർത്താവിനെ കണ്ടത്? ഒരു താഴ്വരയിൽ വെച്ചാ കണ്ടത്? പറ, എവിടെ വെച്ചാ കർത്താവിനെ കണ്ട്? ഒരു വേദനയുടെ താഴ്വരയിൽ വെച്ചാ കണ്ടത്? ഒരു ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ അവസ്ഥയിൽ ജീവിതത്തിൽ ഇരുട്ട് വന്നപ്പോൾ കൂരിരുളിൽ വെച്ചാ കണ്ടത്? വെളിച്ചമുള്ളിടത്ത് വെച്ചല്ല ഞാൻ അവനെ കണ്ടത്. എന്റെ ജീവിതം ഇരുട്ട് കയറിയപ്പോൾ, ആരും ഒരു പ്രകാശം എനിക്ക് തരാതിരുന്നപ്പോൾ, ആ ഇരുളിന്റെ താഴ്വരയിൽ ഞാൻ യേശുവിനെ കണ്ടെന്ന് വിശ്വാസമുള്ളവർ, ഉറപ്പുള്ളവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ എന്റെ കർത്താവിനെ കണ്ടത് ഒരു താഴ്വരയിൽ വെച്ച്. തോന്നലുകളെയും സങ്കല്പങ്ങളെയും സകല കെട്ടുകഥകളെയും ദൈവത്തിന്റെ വചനം ഇടിച്ചിട്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി സങ്കല്പമല്ല സത്യം, ദൈവവചനമാണ് സത്യം. കെട്ടുകഥകളല്ല സത്യം, ദൈവവചനമാണ് സത്യം. തോന്നലുകളല്ല സത്യം, ദൈവവചനമാണ് സത്യം. ഹല്ലേലൂയ. വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ദാവീദ്, ആർ യു ഹാപ്പി? ഞാൻ സന്തോഷമാണ്. എന്താ കാര്യം? എനിക്ക് പേടിയില്ല. ആമേൻ. ഞാൻ എവിടെ, ആരാണ് എന്റെ നായകൻ എന്ന് എനിക്കറിയാം. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. അതിനേക്കാൾ നല്ലൊരു കാര്യം പുള്ളി ഇപ്പൊ പറഞ്ഞു, ഞാൻ എവിടാ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാം. ഇത് മൂന്നും അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ എവിടുന്നാ വന്നെന്ന് അറിയില്ല, എങ്ങോട്ടാ. അവരോട് ചോദിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് വിശേഷം? ശേഷം ഇങ്ങനെ പറഞ്ഞുള്ളൂ. എവിടെ പോകുന്നു? എവിടാ പോകാൻ മേലാത്ത പുള്ളി എവിടെ പോകണം പറയുന്നില്ല. വീട്ടിലെല്ലാം സുഖമായിരിക്കുന്നു. ഓ ഇരിക്കുന്നു കൊള്ളാ. ഒരൊറ്റ ചോദ്യത്തിന് ചുമതല മറുപടി പറയത്തില്ല. ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത സ്തോത്രം. അങ്ങനെ ആരും കൂടെ വന്നിട്ടില്ലാത്ത ഞാൻ ദൈവത്തെ സൂക്ഷിക്കും. അങ്ങനെ പറഞ്ഞത് എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. എവിടെ നിന്ന് പുറപ്പെട്ടുവെന്നും ആരാണ് നായകനെന്നും എങ്ങോട്ടാ പോകുന്നതെന്നും ഇപ്പോൾ എവിടെയാണെന്നും ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, അവൻ എന്റെ ഇടയനാണെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നത് കർത്താവിന്റെ വീട്ടിലേക്കാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു താഴ്വരയിലാണെന്ന് എനിക്കറിയാം. ദാവീദ്, ഈ താഴ്വരയിൽ നീ എത്തിയത് എങ്ങനെയാണ്? അത് ഞാനൊരു പർവ്വതത്തിൽ ഇറങ്ങി വന്നതാണ്. ഏത് പർവ്വതത്തിൽ? 22-ാം സങ്കീർത്തനമാകുന്ന കാൽവറിയിൽ ഇറങ്ങി വരികയാ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതല്ല. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം. BC 1000-ൽ അവൻ പ്രാവചനിക ഭാഷയിൽ ദാവീദ് എഴുതിയ മിശിഹാ സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. കാൽവരി ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലിയാച്ചിരുന്ന യേശു ക്രിസ്തുവിനെ ആമേൻ ഹൃദയത്തിനുള്ളിൽ മനോമുകുരത്തിനകത്ത് ആത്മീയ ദർശനത്തിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ പിടിപ്പിച്ചപ്പോൾ തൂലികയുടെ സ്വർഗീയ ചലനത്താൽ വിരചിതമായ കാവ്യകുസുമമായ 22-ാം സങ്കീർത്തനത്തിൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിച്ച മുഴുവൻ വ്യഥകളെയും ആത്മീയ ഭാഷയിൽ പരോക്ഷമായി വിശദീകരിക്കപ്പെട്ട ഏക സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനമെന്ന് ഇന്ന് രാത്രി പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിന് 1-ാം വാക്യം പറയാണ്, എന്റെ ദൈവമേ യഹോവേ യഹോവേ ലമാ ശബ്ബത്താനി സ്തോത്രം. ഏത് ഭക്തനും ഹല്ലേലൂയ കർത്താവ് ഇടയനാണ് ചങ്കൂറ്റത്തോടെ പറയണമെങ്കിൽ അതിനു മുമ്പ് ഒരു കാൽവറിയുമായി ഒരു ബന്ധമുണ്ടായിരിക്കണം. കാൽവറിയുമായി ബന്ധമില്ലാത്തതൊന്നും എന്റെ കർത്താവുമായി ബന്ധമുള്ളതല്ല. ഇന്ന് രാത്രികാലം ചോദിക്കുക, കാൽവറിയുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇവിടെ വന്നത്? വേദപുസ്തകം കയ്യിലുള്ളത് കൊണ്ട് കാൽവറിയുമായി ബന്ധം വേണമെന്നില്ല. ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കാൽവറിയുമായി ബന്ധം വേണമെന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന അരിമരക്ഷകനെ സ്വന്തം ജീവിതത്തിൽ രക്ഷകനും പാപമോചകനുമായി അംഗീകരിച്ചു വന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ രക്ഷകനാണ് മാത്രമല്ല, അവൻ എന്റെ പാപമോചകനാണ്. കാൽവരി ക്രൂശിൽ യേശുവിന്റെ യാഗത്താൽ എന്റെ പാപങ്ങൾ മാഞ്ഞുപോയി എന്ന ആ സന്തോഷം അനുഭവിക്കുന്നവർ ഈ രാത്രികാലം ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. പീലാത്തോസിന്റെ കപട എന്ന കർത്താവ് യേശുവിനെതിരെയുള്ള അതിന് വായിക്കപ്പെട്ടു. യേശുവിനെ ഗബലാന്റെ കത്തളത്തിൽ കമഴ്ത്തി കിടത്തി. ചരിത്രമുള്ള ഒരു കറുത്ത തുണി യേശുവിന്റെ തലവഴിയിട്ട് മൂടി. ആരാചാര്യമാരെ പോലെ 2 റോമൻ പടയാളികൾ
126 തോൽവാറുകൾ 7ആയി പിന്നി അറ്റത്തെ ചൂണ്ടകളും അസ്ഥിക്കഷണങ്ങളും കൊളുത്തി 2 ചമ്മട്ടികളുമായി 2 വശത്തും നിന്നു. 140 അടി എന്ന റോമൻ സാമ്രാജ്യത്തിന്റെ നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നഗ്നവേദിയിലേക്ക് ആ ചമ്മട്ടികൾ ഭ്രമിച്ചു. തുടരെ വീണ അടികളിൽ ആ ചമ്മട്ടിയുടെ അറ്റത്തെ ഇരുമ്പ് കഷണങ്ങളും ചൂണ്ടകളും അസ്ഥിക്കഷണങ്ങളും എന്റെ പ്രാണനാഥന്റെ നഗ്നവേദിയിൽ വായ്യലിൽ ആഴ്ന്നിറങ്ങി. ഒരു തൊട്ടവാടിമുള്ള നമ്മുടെ കാലിൽ കൊണ്ടാൽ സൂക്ഷ്മതയോടെ അത് ഊരിക്കളയുന്ന മനുഷ്യവർഗമേ, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ മോചനത്തിന് വേണ്ടി തന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകൾ വലിച്ചു പറിച്ചെടുക്കുമ്പോൾ ഉഴവുചാലുപോലെ ആ ശരീരം കീറി മുറിക്കപ്പെട്ടു. ഒഴുകിയുടങ്ങിയ രക്തം തളം കെട്ടി നിൽക്കുന്ന ഗമനായ കത്തളം കണ്ടോ, കണ്ടോ കണ്ടോ ഈ കിടക്കുന്ന മാംസമുണ്ടം കണ്ടോ കണ്ടോ കണ്ടോ. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചിന്തിയ രക്തം ഇനിയൊരു യേശുവിനെ തരാൻ സ്വർഗത്തിലില്ല. തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്നല്ലോ. ഇത് കണ്ടിട്ടാണ് ഭക്തൻ പാടിയത്. കാട്ടുചെന്നായി കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോൾ, കാട്ടുചെന്നായി കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോൾ, കൂട്ടമായി ദുഷ്ടരടിച്ച പൊച്ചൊരിഞ്ഞ രക്തമേ, കൂട്ടമായി ദുഷ്ടരടിച്ച പൊച്ചൊരിഞ്ഞ രക്തമേ, യേശുവോടി ലോകം ചെയ്ത ഓർക്കറി എന്നുള്ളമേ, യേശുവോടി. ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് പോയി ആ ചിന്ത കടന്നു പോകട്ടെ. എനിക്ക് നിനക്ക് വേണ്ടി കാൽവരിയിൽ എന്റെ പ്രാണനാഥനെ രക്തമേ, കണ്ടോ കവലായ കെട്ടത്തിൽ കിടക്കുന്നു രക്തമേ, സർവഭാവ കരളേപ്പാൻ. ഓ കണ്ടോ, ഈ യേശുവിനെ കണ്ടോ. ഇനി ഞാൻ പാപം ചെയ്യില്ല. യേശുവേ, ഇനി ഞാൻ പാപം ചെയ്യില്ല. ഇന്ന് രാത്രി കാൽവരിയിലെ പ്രാണനാഥനെ അംഗീകരിക്കാനുള്ള രാത്രി അവൻ എനിക്ക് നിനക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ ചൊരിഞ്ഞ തേരു രക്തമേ, കാൽവരിയിൽ 2 ക്രൂശ്. അതിന്റെ നടുക്ക് നോക്ക് എന്റെ പ്രാണനാഥൻ. ഒരു സൈഡിലെ ക്രൂശ് റിബല്യസ്, മറ്റേ വശത്തെ ക്രൂശ് റെക്കൺസിലേഷൻ. എന്നാൽ നടുക്കൊരു ക്രൂശുണ്ട്, റിഡംപ്ഷൻ, വീണ്ടെടുപ്പിന്റെ പ്രതീകമായി എന്റെ പ്രാണനാഥൻ കാൽവരിയിൽ ഇന്ന്